അപ്പൊ നമുക്ക് ഈ യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. നമുക്കറിയാം ട്രൈബ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് കോമൺ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. ട്രൈബ്സിന്റെ ഇടയിൽ ഒരു കോമൺ പ്രോപ്പർട്ടി, എല്ലാവർക്കും പൊതുവിൽ ഒരു സ്ഥലവും അതുപോലെ തന്നെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസോഴ്സസ് ഒക്കെ പൊതുവിൽ ഉപയോഗിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ കോമൺ എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു പബ്ലിക് എന്നോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഭൂമി അല്ലെങ്കിൽ റിസോഴ്സസ് എന്നുള്ളതല്ല. കിട്ടുന്ന വിഭവങ്ങളൊക്കെ ഒരുപോലെ കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന രീതി ട്രൈബൽസിന്റെ ഇടയിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം, അവരുടെ ജീവിത സാഹചര്യം, അവരുടെ പ്രോപ്പർട്ടി, അതുപോലെ അവരുടെ റിസോഴ്സസ് ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയിലുള്ള ട്രൈബുകൾ അവർക്കിടയിൽ എങ്ങനെയാണ് നിലനിന്ന് പോകുന്നത് എന്നുള്ള ഈ കാര്യമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഏർലി ഹിസ്റ്ററി, നമുക്ക് അതിന്റെ ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് റോമൻസ് പ്രോപ്പർട്ടീനെ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റെസ് പ്രൈവറ്റ്, റെസ് പബ്ലിക് ആൻഡ് റെസ് കമ്മ്യൂൺസ്. അപ്പോൾ റോമൻസ് ഇതിനെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റെസ് കമ്മ്യൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും, ഉദാഹരണത്തിന് വാട്ടർ, എയർ, വൈൽഡ് അനിമൽസ് അതെന്ന് പറയുന്നത് ഒരു പൊതുവസ്തുവായിട്ട്, അതൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളതിനെ കാണുന്നതിന് പകരം എല്ലാ ആളുകളിലും ഒരുപോലെ ഷെയർ ചെയ്യുന്ന ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. UK മിഡിൽ ഏജിലൊക്കെ എന്ന സമയത്ത് കോമൺ എന്ന് പറയുന്നത് ഒരേ ഭൂമിയൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും കോമൺസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അത് വ്യത്യസ്ത തരത്തിലുള്ള പർപ്പസുകൾക്ക്, വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത്തരത്തിലുള്ള കോമൺസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോമൺസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒന്നുള്ളതല്ല, മറിച്ച് ഒരു റിസോഴ്സസിന്, ഒരു പ്രോപ്പർട്ടീന് ഒരുപാട് ആളുകൾ ഒരേ രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കോമൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് മഗ്ന കാർട്ട എന്ത് ചെയ്യുന്നുണ്ട്, കാട്, അതുപോലെ തന്നെ ഫിഷറീസ് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ കാട് അതുപോലെ തന്നെ മത്സ്യവിഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു റെസ് കമ്മ്യൂൺസ് ആയിട്ടാണ്. ഉദാഹരണത്തിന് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെയോ മാത്രമല്ല, മറിച്ച് എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന രീതിയിലാണ് കാടിനെയും അതുപോലെ തന്നെ മത്സ്യവിഭവങ്ങളെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്റ്റേറ്റ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ആളുകൾക്കാണ്, പ്രത്യേകിച്ച് ഗവൺമെന്റിനാണ് അതിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടെങ്കിലും, പക്ഷെ അത് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ആയിട്ടാണ് ഒരുപാട് സ്റ്റേറ്റുകൾ അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കോമൺ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട്, ഒരു കൂട്ടം ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കോമൺസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓരോ ഭൂമി ഓരോരോ ആളുകളിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് പോകുന്നതൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണമൊക്കെ വന്നതോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോമൺ എന്നുള്ള കോൺസെപ്റ്റിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. പിന്നീടാണ് ഒരുപാട് പ്രൈവറ്റൈസേഷനും ഒരാളെ ചുറ്റിപ്പറ്റി ഭൂമിയും അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ നിലനിന്ന് പോകുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരുപോലെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ പിന്നീട് ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷമാണ്. ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള ഡെവലപ്മെന്റും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സഡ് ഇക്കോണമി ആൻഡ് ദ കോമൺസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഇക്കോണമിയാണ്. പബ്ലിക്കിനും പ്രൈവറ്റിനും ഒരുപോലെ സാധ്യതയുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ സ്റ്റേറ്റിനെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള വിഭവങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുക, ഇവിടെയുള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അത് ഒരുപാട് തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളിലേക്ക്, ഒരുപാട് തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളിലേക്ക്, ഉദാഹരണത്തിന് പെസന്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ആദിവാസികളൊക്കെ ഇതിനെതിരെ ഒരുപാട് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. 1960 റിസോഴ്സസ്, ഇവിടെയുള്ള വിഭവങ്ങൾ കൂടുതലായിട്ടും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഒരുപാട് പോളിസീസിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് വരാനായിട്ട് തുടങ്ങി. നമ്മുടെ നാച്ചുറലിനെ റിസർവ് ചെയ്യണം, പ്രത്യേകിച്ച് നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, നമ്മുടെ ബയോസ്ഫിയർ, അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം, അതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം. എന്തിന്റെ ഭാഗമായിട്ട്? അത് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പോളിസീസ് ഒക്കെ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സസ് നമുക്കറിയാം, ഖനനങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് കൂടുതലായിട്ട് വന്നു. ഇത് എന്തിലേക്ക് വഴിവെച്ചു? ഒരുപാട് ആളുകളെ, അവിടെ താമസിച്ചിരുന്ന ഒരുപാട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സിറ്റുവേഷനിലേക്കൊക്കെ അത് വഴിവെച്ചിട്ടുണ്ട്. റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് കമ്മ്യൂണിറ്റീസിന് അവരുടെ ജീവിത സാഹചര്യം നഷ്ടപ്പെടുകയും അവർക്ക് കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ പല വിഭവങ്ങളും അവർക്ക് പിന്നീട് കിട്ടാതെ
ഇല്ലാതാവുകയും ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് വഴിവെക്കുകയും അവരുടെ പ്രൊഡക്ടിവിറ്റി റേറ്റ് ഒക്കെ വളരെ താഴോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ റൂറലിലുള്ള വളരെ സമ്പന്നരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് റിസോഴ്സസ് വളരെയധികം ചൂഷണം ചെയ്യുകയും അതേപോലെ തന്നെ അവിടെ സാധാരണക്കാരായിട്ടുള്ള പുവർ ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ ഒരു രീതിയിലുള്ള റിസോഴ്സസിനെയൊക്കെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ വില്ലേജ് പഠനം നടത്തിയ സമയത്ത് 84 മുതൽ 100% റൂറൽ പുവർ ഇവിടെയുള്ള ഗ്രാമങ്ങളിലുള്ള വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു കോമൺ പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വിഭവത്തെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതിനാണ് കോമൺ അല്ലെങ്കിൽ കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും ഗ്രാമങ്ങളിലുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഈ കോമൺ പ്രോപ്പർട്ടി പോലെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഇന്ധനത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഫുഡിന് വേണ്ടിയിട്ട്. പക്ഷെ റിച്ച് ഫാമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഈ കോമൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോമൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും അവർക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് റിസോഴ്സസ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ മറ്റ് ഗ്രാമങ്ങളിലുള്ള ദരിദ്രരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കോമണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ റിച്ച് ഫാമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പിന്നീട് ഉത്ഭവിക്കുകയും എന്തിലേക്ക് വഴിവെക്കുകയാണ്, കാരണം സ്റ്റേറ്റിന് അവരുടെ കാടുകളെ സംരക്ഷിക്കാൻ സാധിക്കാത്തതാവുന്നത് കൊണ്ടാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് വരുന്നത്. കാരണം അവരുടെ വിഭവങ്ങളെ വളരെയധികം ചൂഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് വരുന്നത്. ഇവിടെയുള്ള കാടിനെ സംരക്ഷിക്കണം എന്നുള്ള ആശയത്തോട് കൂടിയിട്ടാണ്, സ്റ്റേറ്റിന്റെ ഒരു ഫെയിലിയറിന്റെ ഭാഗമായിട്ടാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ വരുന്നത്. സ്റ്റേറ്റ് ഫോറസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് 23% ഇന്ത്യന്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, കാടാണ്. അതുകൊണ്ട് തന്നെ കൺട്രിയുടെ ഒരു കോമൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കോമൺ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ കാടും കാടിലുള്ള വനവിഭവങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ JFM എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 54 മില്യൺ ട്രൈബൽ പീപ്പിളും അതുപോലെ തന്നെ മറ്റ് കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളെ പോലുള്ളത്, അവർ കൂടുതലായിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് കാടിനെയാണ്. അപ്പോൾ അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായതുകൊണ്ടാണ് JFM പോലെയുള്ള ഒരുപാട് മാനേജ്മെന്റ് ഒക്കെ ഫോറസ്റ്റിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ആശയത്തിന്റെ ഭാഗമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ 73rd അമെന്റ്മെന്റ് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതെന്തിനാണ്, ലോക്കൽ കമ്മ്യൂണിറ്റീസിന് അവരുടെ കോമൺ ആയിട്ടുള്ള റിസോഴ്സസ് സംരക്ഷിക്കാം എന്നുള്ള ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് 73rd അമെന്റ്മെന്റ് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, ലെജിറ്റിമൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസസിനെ, കാരണം അവരനുഭവിക്കുന്ന ക്ഷാമം, അവരനുഭവിക്കുന്ന സ്ട്രെസ്സസ്, ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മാർക്കറ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റം വന്നതോട് കൂടിയിട്ട് അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ക്ഷാമം, അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ കൃത്യമായിട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാർക്കറ്റ് നമ്മൾ കൂടുതലും കച്ചവട സാധ്യതയും അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റും എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് തരത്തിലുള്ള ആദ്യ കാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉൽപാദനം കുറയുകയും അതിന്റെയൊക്കെ ഒരു ലഭ്യത വളരെയധികം കുറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു അസറ്റ് ആണ്. കാരണം അവരുടെ നിലനിൽപ്പിനെയും അവരുടെ ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെയൊക്കെ ഈ കോമൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത് അത് ഫിസിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആവാം, അതേപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യത നൽകുന്നതാണ് അത്തരത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത്. അവർക്ക് അതിൽ നിന്ന് പണം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഉപകാരങ്ങൾ അവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കോമൺ പ്രോപ്പർട്ടിയും അതിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് ഒക്കെ ഒരുപാട് ഉപകാരം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള മെഷേഴ്സ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഈ റിസോഴ്സസ് കൃത്യമായിട്ട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രൊഡക്ഷനും കൂടുതലായിട്ട് പണം ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ ചീപ്പ് ആയിട്ടുള്ള ലേബറിലൂടെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്തതിനൊക്കെ ഭാഗമായിട്ട് ഒരുപാട് തരത്തിലുള്ള മെഷേഴ്സ്, ഒരുപാട് തരത്തിലുള്ള നിയമ സംവിധാനങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്. കോമൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മത്സ്യകൃഷി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടം ആളുകൾ ഈ ഒരു ഒറ്റ വിഭവത്തെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു 3 റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, എക്സ്ക്ലൂഡബിലിറ്റി അല്ലെങ്കിൽ സബ്സ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഒരു മൂന്നാല് വിഭവങ്ങളെ പിന്നീട് അറിയപ്പെടുന്നുണ്ട്.
അപ്പൊ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ വരിക എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക് സെക്ടറിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെയും പൊതുമേഖലയുടെയും അതുപോലെ തന്നെ വ്യക്തിഗത മേഖലയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വരുന്നത്. പിന്നീട് എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, ആഗോളവൽക്കരണത്തിലേക്ക് വഴിവെക്കുന്നുണ്ട്. ഈ ഒരു ഡെവലപ്മെന്റ് എന്തിലേക്കാണ് വഴിവെക്കുന്നത്, ഡെവലപ്മെന്റ് വരുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള ഡെവലപ്മെന്റ് നല്ലൊരു മാറ്റം തന്നെയാണ്. പക്ഷെ അതിലുപരി ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള ആളുകൾ, ഒരു റിസോഴ്സസിനെയോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, അവരുടെ ഒരു നാശനഷ്ടത്തിലേക്കും അവരുടെ ജീവിത സാഹചര്യത്തിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റോടുകൂടി സംഭവിക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ടും എക്സ്ക്ലൂഡബിലിറ്റി, സബ്സ്ട്രാക്റ്റബിലിറ്റി എന്നറിയപ്പെടുന്നത്. ഇവിടെയുള്ള വനവിഭവങ്ങളൊക്കെ പൊല്യൂഷനിലേക്ക്, പ്രത്യേകിച്ച് ഇവിടെയുള്ള എയർ, വാട്ടർ ഒക്കെ, നമ്മുടെ വെള്ളം, വായു പോലെയുള്ളതൊക്കെ മലിനമാക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റോട് കൂടിയിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇതെന്തിലേക്കാണ് വഴിവെക്കുന്നത്, ഇവിടെയുള്ള വെള്ളവും അതുപോലെ തന്നെ വായുവും ഒക്കെ കച്ചവട മേഖലയിലേക്ക് പിന്നീട് മാറുകയാണ്. കാരണം ശുദ്ധമായിട്ടുള്ള വായുവും വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ, അത് ലഭ്യത കുറവുള്ളത് കൊണ്ട് തന്നെ അതിന് ഡിമാൻഡ് കൂടുകയും അത് എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, ഒരു കച്ചവട സാധ്യതയിലേക്ക് വഴിവെക്കുകയും അപ്പൊ കോമൺ ആയിട്ടുള്ള റിസോഴ്സസ് പോലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കച്ചവട സാധ്യതയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത് എന്തിലേക്ക് വഴിവെക്കുകയാണ്, കൂടുതലായിട്ടുള്ള റിസോഴ്സസ്, കാരണം റിസോഴ്സസിന്റെ ലഭ്യത കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അത്തരത്തിലുള്ള റിസോഴ്സസ് കണ്ടുപിടിക്കാനും അത്തരത്തിലുള്ള റിസോഴ്സസ് കൂടുതലായിട്ട് ലഭ്യമാക്കാനൊക്കെ ശ്രമിക്കുന്നതോടുകൂടി തന്നെ ഇവിടെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ പ്രകൃതിനെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയും കൂടുതൽ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കൂടുതലായിട്ടും ആരെയും ബാധിക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയും അത് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ ഒരു കോൺസിക്വൻസസ് പിന്നീട് ഒരുപാട് നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഒരുപാട് അസുഖങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ റിസോഴ്സസിന്റെ ലഭ്യത വളരെയധികം കുറയുക. ഇവിടെയുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള വികസനത്തെ അത് വളരെയധികം മോശമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ ഫുഡിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അതിന്റെയൊക്കെ ഒരു സെക്യൂരിറ്റി അത് ബാധിക്കുക, അതുപോലെ തന്നെ വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനകരമായിട്ടുള്ള ഫുഡിന്റെ ഒക്കെ ഒരു തോത് കൂടി വരുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ നിലനിൽപ്പിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് പിന്നീട് മാറുന്നുണ്ട്. അപ്പോൾ കോമൺ ഒരു പ്രൈവറ്റ് ആയി മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് വന്നതോട് കൂടിയിട്ട് ഇവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിനെ അത് ബാധിക്കുകയും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിത സാഹചര്യത്തെയും അത് വളരെ നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇമ്പോസിബിലിറ്റി ഓഫ് കോമൺസ്. അപ്പോൾ ഇതിന് ഹർഡിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള ആളുകളുടെ, ഇവിടെയുള്ള കോമൺസിന്റെ നിലനിൽപ്പിനെ, അത് എങ്ങനെയാണ് അവരുടെ നിലനിൽപ്പ് എങ്ങനെയാണ് പോകുന്നത്, അവരുടെ നിലനിൽപ്പിനെ എങ്ങനെയാണ് റാപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് വരുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള കോമൺസിനെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിനെ ട്രാജഡി ഓഫ് കോമൺസ് എന്ന പേരിലാണ് അദ്ദേഹം അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ആക്സസബിൾ, എല്ലാ ആളുകൾക്കും ഇവിടെയുള്ള വിഭവങ്ങൾ, പ്രത്യേകിച്ച് അതിനെ ഉദാഹരണം എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയുള്ള ആട് മേയ്ക്കുന്ന ആളുകൾക്ക് ഒരുപാട് റിസോഴ്സസ് ഒക്കെ ആക്സസ് ആവുകയും അവർ കൂടുതലായിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ആടുകളെ മേയ്ക്കാനായിട്ട് തീരുമാനിക്കുകയും അത് കൂടുതലായിട്ടുള്ള കാറ്റിൽസ്, കോമൺസിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള കാറ്റിൽസിനെയൊക്കെ വളർത്താനായിട്ട് തുടങ്ങി. പക്ഷെ ഇവിടെയുള്ള ട്രൈബൽസിന് ഇടയിലുള്ള യുദ്ധങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ വരുന്നതോട് കൂടിയിട്ടൊക്കെ അത് ഇവിടെയുള്ള ആളുകളെയും അതേപോലെ തന്നെ ഇവിടെയുള്ള വിഭവങ്ങളെയും അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും പിന്നീട് സോഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി വന്നതോട് കൂടിയിട്ട് പിന്നീട് വീണ്ടും എന്തിലേക്കാണ് വഴിവെക്കുന്നത്, കൂടുതൽ ഉൽപാദനം, കൂടുതൽ നേട്ടം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ആടുകളെ മേയ്ക്കുന്ന ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു നമുക്കറിയാം, ഒരു ലിമിറ്റ് ഇല്ലാതെ ഒരു ലിമിറ്റ് വെക്കാതെ നമ്മൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെ എന്തിലേക്കാണ് വഴിവെക്കുന്നത്, ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു നിലനിൽപ്പിനെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാർഡിൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെയുള്ള ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് വിഭവങ്ങൾ കൂടുതലായിട്ടുള്ള ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ചൂഷണം ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന്റെയൊക്കെ നിലനിൽപ്പിനെ ബാധിക്കുകയും അത് കൂടുതൽ നാശനഷ്ടത്തിലേക്ക് വഴിവെച്ചു എന്നുള്ളതാണ് ഹാർഡിൻ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്.
അപ്പൊ ഈ ഒരു കോമൺസിന്റെ ഒരു സ്വാതന്ത്ര്യം ഇതോട് കൂടിയിട്ട് നഷ്ടപ്പെടുകയാണ്. ഈ ഒരു ട്രാജഡി ഓഫ് കോമൺസ് നമുക്ക് എന്തിൽ കാണാനായിട്ട് സാധിക്കും? നാഷണൽ പാർക്സിൽ നമുക്ക് പോയാൽ കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം പോപ്പുലേഷൻ ഗ്രോത്ത്, ഒരുപാട് തരത്തിലുള്ള വിസിറ്റേഴ്സ്, വനവിഭവങ്ങള്, നമുക്കറിയാം നാഷണൽ പാർക്സിലൊക്കെ ആളുകൾ, ഒരുപാട് വിസിറ്റേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. ഇത് എന്തിലേക്കാണ് വഴിവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇവിടെയുള്ള കോമൺസിനെ സംരക്ഷിക്കാത്ത രീതിയിൽ, കാരണം ഇവിടെയുള്ള വിഭവങ്ങളെ കൃത്യമായിട്ട് സംരക്ഷിക്കാത്തത് കൊണ്ടാണ് അതെന്തിലേക്ക് വഴിവെക്കുന്നത്, ഒരു നാഷണൽ പാർക്കിലേക്കൊക്കെ അത് പിന്നീട് ഒരു കാഴ്ച വസ്തുവായിട്ടൊക്കെ മാറുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഇവിടെ പൊല്യൂഷൻ. ഇവിടെയുള്ള ഒരുപാട് വസ്തുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ വാട്ടർ ആവട്ടെ, എയർ ആവട്ടെ, ഇത്തരത്തിലുള്ള ഒരുപാട് പൊല്യൂഷനിലേക്കൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്തിലേക്കാണ് വഴിവെക്കുന്നത്? വേസ്റ്റ്. ഇപ്പൊ നമുക്കറിയാം പൊല്യൂഷൻ എന്നോട് കൂടിയിട്ട് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റിന്റെ അളവ് കൂടുക എന്ന് പറയുന്നതാണ്. അതും ബാധിക്കുന്നത് ആരെയാണ്? ഇവിടെയുള്ള കോമൺസിനെയാണ് അത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. അപ്പൊ ഈ ഒരു നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ട്രാജഡി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കോമൺസ് എന്ന് പറയുന്നത് ഒരു വിഭവത്തെ, പ്രത്യേകിച്ച് ഒരു വിഭവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അത് കൂടുതലായിട്ടും ഇപ്പൊ ട്രൈബൽസിനെയാണ് നമ്മൾ അങ്ങനെ കോമൺ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പൊല്യൂഷൻ കൂടുകയും ഇത്തരത്തിലുള്ള വിഭവങ്ങളെയൊക്കെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് അവരെ എന്തിലേക്കാണ് വഴിവെക്കുന്നത്? ഒരു രണ്ട് തരം വിഭാഗങ്ങൾ, പൊല്യൂട്ടൻസും അതുപോലെ തന്നെ പൊല്യൂട്ടേഴ്സും, അങ്ങനെ രണ്ട് വിഭാഗങ്ങളൊക്കെ സൃഷ്ടിക്കാനുള്ള കാരണമായിട്ട് അത് മാറുന്നുണ്ട്. ഇപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തിലേക്കാണ് വഴിവെക്കുന്നത്? ഇവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതത്തെയാണ്, ഒരു ട്രാജഡിയിലേക്കാണ് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കൂടെ സംഭവിക്കുന്നത്. കാരണം ഇപ്പൊ ഇവിടെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെള്ളം അതുപോലെ തന്നെ വാട്ടർ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് അത് എന്തിലേക്കാണ് വഴിവെക്കുന്നത്? പൊല്യൂഷനിലേക്ക്, അതിനെ ചൂഷണം ചെയ്യുന്നതോട് കൂടിയിട്ട് അത് പൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുകയും അതെന്തിലേക്കാണ് വഴിവെക്കുന്നത്? അതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ലൈഫിനെ അത് വളരെ നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള വിഭവങ്ങളുടെ അളവ് വളരെയധികം കുറയുകയും അതേപോലെ തന്നെ കൂടുതൽ ചൂഷണം ചെയ്യുന്നതോട് കൂടിയിട്ടൊക്കെ അതിൻ്റെയൊക്കെ പൊല്യൂഷനിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലോസ് ഈ ഒരു സാഹചര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് നിയമ സംവിധാനങ്ങൾ വരികയും ഒരുപാട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരണം. കാരണം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന കോമൺസിനെ അത് കൃത്യമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് നിയമ സംവിധാനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെയുള്ള കോമൺസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ വിഭവങ്ങളെ മറ്റാളുകൾ ചൂഷണം ചെയ്യുകയും അതിനെ മലിനമാക്കുകയും ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കോമൺസിന്റെ ലൈഫിനാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോ നമ്മള് വായു മലിനമാക്കിയാലും വെള്ളം മലിനമാക്കിയാലും അത് ഒരുവിധം എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അത് ബാധിക്കുന്നതിന്റെ ഒരു തോതിന് വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ താമസിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പൊല്യൂഷൻ പോലെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കും ഇത്തരത്തിലുള്ള പൊല്യൂഷൻ വരുന്നതോട് കൂടിയിട്ട് അതെങ്ങനെയാണ് ഒരു വ്യക്തിയെ ബാധിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം, ആ വ്യക്തിയുടെ വെൽത്ത്, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വീട്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം കാട് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് കാട്ടിലുള്ള ഒരുപാട് സ്പീഷീസ് ഇല്ലാതാവുകയും അതെന്തിലേക്കാണ് വഴിവെക്കുന്നത്? എർത്ത്ക്വേക്കിലേക്കും അതുപോലെ തന്നെ ഫ്ലഡിലേക്കും ഡിസീസസിലേക്കും. പക്ഷെ അത് ഓരോ വ്യക്തിയെയും ഓരോ ഗ്രൂപ്പിനെയും ബാധിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. പാവപ്പെട്ട ആളുകളെ ബാധിക്കുന്ന പോലെയല്ല അത് വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സും ഇത്തരത്തിലുള്ള പൊല്യൂഷനും ഇത്തരത്തിലുള്ള ഇഷ്യൂസും ബാധിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം ചില ആളുകൾ ഈ ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണക്കാരാവില്ലെങ്കിൽ കൂടി, പക്ഷെ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത്തരത്തിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് തടയാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് അനുഭവിക്കുന്ന ആളുകളായിരിക്കില്ല ചിലപ്പോൾ ആ ഒരു പ്രശ്നത്തിലേക്ക് വഴിവെച്ചത്, പക്ഷെ അത് കൂടുതലായിട്ടും ബാധിക്കുന്നത് ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെയാണ് അത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. അപ്പൊ എല്ലാ ആളുകൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ ആളുകൾക്കും ഇവിടുത്തെ വെള്ളം, അതുപോലെ തന്നെ വായു, അതുപോലെ തന്നെ ഫുഡ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ മാത്രമല്ല, അതൊരു പേയ്മെന്റിലേക്ക് നമ്മൾ അതിനെ ചുരുക്കുകയല്ല വേണ്ടത്, മറിച്ച് എല്ലാ ആളുകൾക്കും എല്ലാം ഉപയോഗിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എൻവയോൺമെന്റിനെ നമ്മൾ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് വഴിവെക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ടെക്നോളജിയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡെവലപ്മെന്റും എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. പക്ഷെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കാനോട്ട് ബി ഷെയർഡ് ബൈ ഓൾ ഓഫ് ഹ്യൂമാനിറ്റി. നമുക്കൊരിക്കലും ഇവിടെ നേട്ടം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും
ആളുകളിലേക്ക് എത്തുന്നില്ല, മറിച്ച് ഒരു കൂട്ടം ആളുകളിലേക്ക് മാത്രം എത്തുന്നത് കൊണ്ട് തന്നെ അത് എന്തിലേക്കാണ് വഴിവെക്കുന്നത്? ഒരുപാട് നാശനഷ്ടത്തിലേക്കാണ് വഴിവെക്കുന്നത്. റൈറ്റ് ഓഫ് കോമൺസ്, ഇവിടെയുള്ള കോമൺസിന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിക്ക് റൈറ്റിനപ്പുറം അല്ലെങ്കിൽ റൈറ്റ് ഓഫ് പ്രോപ്പർട്ടിക്ക് അപ്പുറം ആണ് അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇവിടെയുള്ള വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കുക, ഇവിടെയുള്ള വിഭവങ്ങളെ നമ്മൾ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കണം എന്നുള്ളൊരു ആശയത്തോട് കൂടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയും മാത്രമേ ഇവിടെയുള്ള കോമൺസിൽ നിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ മാത്രം റിസോഴ്സസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തിലേക്കാണ് വഴിവെക്കുന്നത്? മിസ്യൂസിലേക്ക് വഴിവെക്കുകയും കൂടുതലായിട്ടുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതോട് കൂടിയിട്ട് വിഭവങ്ങൾ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് അത് ആ റിസോഴ്സസ് പിന്നീട് ഇല്ലാതാവുകയും അത് ഒരുപാട് കോൺസിക്വൻസസിലേക്ക് വഴിവെക്കുകയും ഒരു കൂട്ടം ആളുകൾക്ക് അത് പിന്നീട് കിട്ടാതാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഈ വിഭവങ്ങൾ അതീവമായിട്ട് ചൂഷണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ നമുക്കൊരിക്കലും ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഫുഡ് എന്ന് പറയുന്ന ആശയം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ആഡം സ്മിത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇൻഡിവിജ്വൽസിന് അവരുടെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ലീഡിങ് ടു ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഡസ് നോട്ട് ഓൾവേസ് ഹോൾഡ് ട്രൂ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് അവരുടെ മാത്രം നേട്ടം ഫോക്കസ് ചെയ്യുന്ന ഒരിക്കലും എന്താണ് ഒരു പബ്ലിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലേക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ആഡം സ്മിത്ത് പറയുന്നത്. ഹാർഡിം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് അതുപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോളിലൂടെ മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള ഓവർ പോപ്പുലേഷൻ നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഹാർഡിം പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടോ മാത്രം നമുക്ക് ഈ ഓവർ പോപ്പുലേഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഹാർഡിം പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിന് ഇത്തരത്തിലുള്ള ഒരു പ്രൈമറി പ്രൊമോട്ടർ ഓഫ് വയലൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പബ്ലിക്കിനും അതുപോലെ തന്നെ കോമൺ ഗുഡിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വയലൻസ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു പ്രൊമോട്ടർ ആയിട്ട് സ്റ്റേറ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും അതേപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എന്നുള്ള ഒരു മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് എല്ലാ ആളുകൾക്കും എല്ലാ രീതിയിലുള്ള റിസോഴ്സസ് അവൈലബിൾ ആക്കുക എന്നുള്ളതും കൂടെ സ്റ്റേറ്റിന് ഒരു ചുമതലയാണ്. അപ്പോൾ ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സസിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും അതിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുകയും അത് എന്താണ് നമുക്കറിയാം, ഒരു കൂട്ടം ആളുകൾ ഒരു റിസോഴ്സസ് അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി വെക്കുകയും അതിന് വേണ്ടിയിട്ട് അവർ കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാതാവുകയും അത് അവരുടെ തകർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റിനും അതുപോലെ തന്നെ മാർക്കറ്റിനും മാത്രമാണ് ഒരുപാട് ജോലി സാധ്യതകൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ എന്താണ്, അത് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഇവിടെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ജോലി സാധ്യതകൾ വന്നാൽ കൂടി അവർക്ക് നിലനിന്ന് പോകാൻ അത് വളരെയധികം ബുദ്ധിമുട്ടാവുകയും, കാരണം അവർക്ക് അവരുടെ വിഭവങ്ങൾക്കും അവരുടെ ജീവിത സാഹചര്യത്തിന്റെ മുകളിൽ ഒരു ആധിപത്യം നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് നമ്മൾ ജോലി സാധ്യത ഉണ്ടാക്കിയാലും അവർക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിച്ചുകൊള്ളുന്നില്ല. അപ്പൊ ഈ ഒരു ഇഷ്യൂ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടു അഡ്രസ് ദിസ് ഇഷ്യൂ ഒരുപാട് തരത്തിലുള്ള ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കോമൺസ്, ഒരു കൂട്ടം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീഡം എന്താണ്, എല്ലാ ആളുകൾക്കും എല്ലാ തരത്തിലുള്ള ഉൽപാദനങ്ങളും എല്ലാ വസ്തുക്കളും ഉപയോഗിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റീപ്രൊഡക്ഷന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ കൺട്രോൾ എന്തിലേക്ക് വഴിവെക്കാനായിട്ട് സാധിക്കും? നമുക്ക് ഒരിക്കലും അങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. മറിച്ച് നമുക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സുസ്ഥിരമായിട്ടൊരു വികസനം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒരു ഇമ്പോസിബിൾ ആണ്. കാരണം നമുക്ക് ഒരിക്കലും ടെക്നോളജിക്കൽ സൊല്യൂഷനിലൂടെ ഇവിടെയുള്ള പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ ഈ പ്രോബ്ലത്തെ പിന്നീട് വേറൊരു രീതിയിലും കൂടെ നോക്കിക്കാണണം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിലൂടെ മാത്രം നമുക്ക് ഇവിടെയുള്ള പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതോട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നാച്ചുറൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആളുകൾക്കും നമ്മൾ ഷെയർ ചെയ്യണം. അതെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ
വ്യക്തിയെ മാത്രമല്ല മറിച്ച് ഒരു കൂട്ടം ആളുകളിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വിഭവം നിലനിന്ന് പോകുന്നത്. അപ്പൊ ഷെയറിങ് ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല. മറിച്ച് എന്താണ്, നമ്മളൊരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് നമ്മൾ എങ്ങനെയാണ് ആ ഗുഡ്സ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ഷൻ നടക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ റീപ്രൊഡക്ഷൻ നടക്കേണ്ടത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആളുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഒരു കൂട്ടം ആളുകൾക്ക് ഒരേപോലെ അവൈലബിൾ ആവുന്നതാണ് ഇവിടെയുള്ള വിഭവങ്ങളും ഈ ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസും. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ, ഒരു നിലനിൽപ്പ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു കൂട്ടം ആളുകളുടെ നാശനഷ്ടത്തിലേക്കാണ്. ഒരു വ്യക്തിയിൽ മാത്രം റിസോഴ്സസ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം റിസോഴ്സസ് ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അത് നഷ്ടപ്പെടുകയും അത് അവരുടെ ജീവിത സാഹചര്യത്തെയും അവരുടെ നിലനിൽപ്പിനെയും നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൾച്ചർ ഓഫ് ദി കോമൺസ്. കോമൺസിന്റെ ഇടയിൽ നിന്ന് പോകുന്ന അവരുടെ സംസ്കാരം എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കോമൺസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കിടയിൽ കൊടുക്കൽ വാങ്ങലുകൾ, അതുപോലെ തന്നെ ഷെയറിംഗ് ഒക്കെ വളരെയധികം കൂടുതലാണ് കോമൺസിന്റെ ഇടയിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഷെയറിംഗ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിലൂടെ വാങ്ങുന്നതിലൂടെ അത് അവരുടെ ഒരു ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിന്ന് പോകുന്ന ഒരു കൾച്ചറാണ്. ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിന് അവരവരുടെ റിലേഷൻഷിപ്പുകൾ നിലനിർത്തി പോകുന്നത് തന്നെ ഈ കൾച്ചറൽ വേൾഡ് വ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ് അത് അല്ലെങ്കിൽ ഒരു കാട്ടില് ഒരു കുറച്ചു കാലത്തേക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൈറ്റ്സിനെയും ബേസ് ചെയ്തുകൊണ്ട് കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഏരിയയിൽ അവർ പ്രൊഡക്ഷൻ നടത്തുകയും അവിടെ പ്രൊഡക്ഷൻ നടത്തി കുറച്ചു കാലത്തിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അതിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം, അതിന്റെ പൂർണ്ണ അവകാശം എന്ന് പറയുന്ന വ്യക്തികൾക്കും അതേപോലെ തന്നെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നിലനിന്ന് പോകുന്നത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോറസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുകയും അവരത് ക്രോപ്പ് കൾട്ടിവേഷനിലേക്കൊക്കെ പിന്നീട് ആ കാടിനെ ഉപയോഗിക്കുകയും പിന്നീട് ആ സ്ഥലം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാടിന്റെ എല്ലാ തരത്തിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് അത്തരത്തിലുള്ള ഒരു കൾട്ടിവേഷൻ അവർ നടത്തി പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് ഫാമിലി എന്ത് ചെയ്യാണ്, ഒരു ക്ലിയറിംഗിൽ നിന്ന് മറ്റൊരു ക്ലിയറിംഗിലേക്ക് രണ്ടിൽ കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് മാറി താമസിക്കുകയും അങ്ങനെ 24 ക്ലിയറിംഗ് ഒരു കുടുംബം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ കാടിനെ ക്ലിയർ ചെയ്തുകൊണ്ടാണല്ലോ അവരവിടെ കൃഷി ചെയ്യുന്നത്. അപ്പൊ ആ കാടിന്റെ മൊത്തത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥ നിർത്തി പോകാനാണ് ഒരു ഏരിയയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോവാതെ പല ഏരിയയിലേക്ക് മാറി ഒരു കുടുംബം 24 ക്ലിയറിംഗ്സ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ക്ലിയറിംഗ് എന്ന് പറയുന്നത് കൾട്ടിവേറ്റ്, ഒരു വർഷത്തേക്ക് അവർ കൃഷി ചെയ്യുകയും പിന്നീട് അവിടെയുള്ള അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കുകയും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കാട് പിന്നീട് റീജനറേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ ഒരു 4-8 വർഷത്തേക്ക് പിന്നീട് അവിടെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതെന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, വീണ്ടും കാടിനെ റീജനറേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒഴിച്ചിടലൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ക്ലിയറിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഓഫ് റീജനറേഷൻ, വ്യത്യസ്ത രീതിയിലേക്കൊക്കെ കാടിനെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ഈ ഒരു ക്ലിയറിംഗ് സഹായിക്കുന്നുണ്ട്. ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അവർ ഉത്പാദിപ്പിക്കുന്നതൊക്കെ ഈ ഒരു കാടിനെ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ കൃഷി കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുകയും ബേസ് ചെയ്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ക്ലിയറിംഗ് ലെഫ്റ്റ് ചെയ്യുകയും അവരൊരു കോമൺസ് ആയിട്ട് മാറുകയും അവർ കൃത്യമായിട്ട് ആ വനത്തിൽ നിന്ന് ഫയർവുഡൊക്കെ കളക്ട് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന വേര്, ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഒക്കെ ഗ്രൂപ്പ് മെമ്പേഴ്സ് പല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, നമുക്ക് കാടിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുകയും ഒരു കാടിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഒരു ആവശ്യമായിട്ട്, ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പിന്നീട് മാറുന്നുണ്ട്. ഒരു ഫാമിലി അല്ല, മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ കൃഷി ചെയ്ത ആളുകളൊക്കെ ആ ഒരു കാടിന്റെ വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ അവരതിന് ബാധ്യസ്ഥരാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ലാൻഡിന്റെ റൈറ്റ് പോകുന്നില്ല, മറിച്ച് കൃത്യമായിട്ട് അവരുടെ ലേബർ ഉപയോഗിക്കുകയും അവരുടെ പ്രൊഡക്റ്റിന് മുകളിൽ അവർക്ക് റൈറ്റ് ഉണ്ടാവുകയും കൃത്യമായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നിലനിർത്തി കൊണ്ടുപോവുകയും അത് എന്തിലേക്കാണ് വഴിവെക്കുന്നത്, ഫോറസ്റ്റിന്റെ ഒരു ആവാസ വ്യവസ്ഥ നിലനിർത്തി കൊണ്ടുപോകാൻ ഈ ഒരു കോമണാലിറ്റി അവരെ സഹായിക്കുന്നുണ്ട്.
അപ്പോ കൊയ്ത്ത വേൾഡ് വ്യൂ എന്ന് പറയുന്നത്, ഫോറസ്റ്റ് എന്ന് പറയുന്നത് തലമൂർത്തി അല്ലെങ്കിൽ മദർ എർത്ത് ആണ്. കാട് എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയല്ല, മറിച്ച് ഭൂമിദേവിക്ക് കൈവശപ്പെട്ടതാണ് കാട് എന്നുള്ളതാണ് അവരെ കൈറ്ററിന്റെ ഒരു വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെറ്റിൽമെന്റിനും ഓരോ ടെറിട്ടോറിയൽ ആയിട്ടുള്ള ബൗണ്ടറി ഉണ്ട് ഓരോ സെറ്റിൽമെന്റ്സിനും. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ, തലമൂർത്തി ജെർഡിക്കേഷൻ എന്നുള്ള പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തലൂർമൂട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും സെറ്റിൽമെന്റ് നിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കൺസെന്റ് നമ്മൾ അവരുടെ കൺസെന്റ് ഇല്ലാതെ നമ്മൾ അവിടെ കൃഷി ചെയ്യുകയോ അവിടെ സെറ്റിൽമെന്റ് തുടങ്ങുകയോ ചെയ്യുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ, ക്രോപ്പ് ഫെയിലിയേഴ്സ്, അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരിക, ചത്തൊടുങ്ങുക, അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ തലൂർമൂർത്തിയുടെ ഒരു സമ്മതം കൂടാതെ നമ്മൾ കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിക്കാൻ താമസിക്കുകയോ ചെയ്യുന്നത് അവരുടെ ആവാസ വ്യവസ്ഥയെയും അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ സെറ്റിൽമെന്റിനെയും സോഷ്യൽ ലൈഫിനെയും ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഇപ്പൊ കൈറ്ററിന്റെ ഒരു വേൾഡ് വ്യൂ ഇങ്ങനെയാണ്. കാട് എന്ന് പറയുന്നത് മദർ എർത്തിനെയുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് അതിന് തലമൂർത്തി എന്ന് പറയുന്നതിനെ അവരെ കണക്കാക്കിക്കൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അവരുടെ കൃഷിയും അതുപോലെ തന്നെ അവരുടെ സെറ്റിൽമെന്റ് ഒക്കെ അവർ രൂപീകരിക്കുന്നത്. അപ്പോ തലൂർമൂത്തി എന്ന് പറയുന്നവരോട് കൃത്യമായിട്ടൊരു ഒബ്ലിഗേഷൻ, കൃത്യമായിട്ടുള്ള ഒരു കടപ്പാട് നിലനിർത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് അവരുടെ ഒരു സോഷ്യൽ ലൈഫ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഒരുപാട് തരം ഇപ്പൊ അതൊരു ആരാധനയായിട്ടാണ് അവരെ കാണുന്നത്. അവർക്ക് ഉണ്ടാവുന്ന പുതിയ അവർ ഉത്പാദിപ്പിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഓഫർ ചെയ്യുക, അതിനെപ്പോലെ തന്നെ പുതിയ വിളവെടുപ്പൊക്കെ നടത്തുന്ന സമയത്ത് തലമുറത്തേക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് അവർ ഓഫറിങ് നടത്തുക. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, തലമുറത്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, അവരുടെ സോഷ്യൽ ലൈഫിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ തലമുറത്തിയെ ആരാധിക്കാതെ വരികയോ അവർക്കിടയിൽ ഒരു ഡിസ്റ്റർബൻസ്, അവരുമായിട്ട് അത്തരത്തിലുള്ള ആരാധനയുമായിട്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ ലൈഫിനും അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. കേസർ ഗായത്ര എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ക്ലാനിലുള്ള ഒരു ആളിനെയാണ് നമ്മൾ കേസർ ഗായത്ത എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ആ സെറ്റിൽമെന്റിനെയും അതുപോലെ തന്നെ ആ ഒരു ആരാധനാ പാത്രത്തെയും ഒക്കെ കൃത്യമായിട്ട് നോക്കുന്നത് ഈ ഒരു ക്ലാനിലെ പെർട്ടിക്കുലർ പേഴ്സൺ ആയിട്ടുള്ള കസീബ് ഗായിത്ത എന്ന് പറയുന്ന ആളാണ്. കസീബ് ഗായിത്ത എന്ന് പറയുന്നത് ആ ഒരു ജോഗ്രഫിയുടെ ഒരു സേക്രഡ് ജോഗ്രഫി ഓഫ് ദി സെറ്റിൽമെന്റിലുള്ള ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു ഭൂമിയാണ് അറിയപ്പെടുന്നത്. ഇത് എന്ന് പറയുന്നത് സേക്രഡ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ പറയില്ല ഇതൊരു പുണ്യമായിട്ടുള്ള സ്ഥലം, കാടിനെ തന്നെ ഏറ്റവും സേക്രഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കും അതെന്ന് പറയുന്നത്. അപ്പൊ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ദി സെക്കൻഡ് പ്ലേസസ് എന്ന് പറയുന്നത് സേക്രഡ് ആയിട്ടുള്ള ഗ്രോവുകൾ. അപ്പോൾ അവിടെ ആയിരിക്കും തലമൂർത്തി ശ്രൈനിന്റെ ഒരു ആരാധന ആലയം ഉണ്ടാവുന്നത്. അവിടെ ആയിരിക്കും. അവിടെ യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നടത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ പറയാറില്ലേ കാടുമൂത്തി, അതുപോലെ തന്നെ കാട് ദൈവം, കാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആരാധനകൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതവും അതുപോലെ തന്നെ കൃഷിയൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ വാർലി ഫാമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരിക്കലും ക്രോപ്പ് തിന്നുന്ന എലികളെ ഒന്നും അവർ പോയിസൺ ചെയ്യില്ല. കാരണം ആദ്യത്തെ ക്രോപ്പ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് എലികൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് വാർലി ഫാമേഴ്സിന്റെ വാദം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ടൈഗർ അല്ലെങ്കിൽ ലിയോപാർഡ് അവരുടെ ലൈഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ അവരുടെ കന്നുകാലികളെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത മാർഗത്തെ അവർ ഫോളോ ചെയ്യുന്ന വല്ല കൃഷിയോ ഒക്കെ അവർ നശിപ്പിക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് whatever is edible will be eaten as animal also go hungry. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പുള്ളത് കൊണ്ടാണല്ലോ അവർ ആ കൃഷി നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആരും കാര്യമായിട്ടൊന്നും അത്തരത്തിലുള്ള മൃഗങ്ങളുടെ അറ്റാക്കിനെയൊന്നും അവർ തിരിച്ച് ഉപദ്രവിക്കുന്ന അവർക്കിടയിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോ ഹ്യൂമൻ ബീയിങ്സിന് മാത്രം ഈ ലോകത്ത് നിലനിന്ന് പോകാനായിട്ട് സാധിക്കില്ല, മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക്, അല്ലെങ്കിൽ മനുഷ്യന് മാത്രമല്ല മറിച്ച് മൃഗങ്ങൾക്കും അതുപോലെ തന്നെ അത് പക്ഷി മൃഗാദികൾക്കും എല്ലാം ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ വേൾഡ് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം അടങ്ങുന്ന ഒരു വേൾഡ് നാച്ചുറൽ ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ നാച്ചുറലിന്റെ സെൽഫ് റെഗുലേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ തന്നെയാണ് ഭൂമിയുടെ
അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറിന്റെ ഒരു ഇത് നോക്കുന്ന സമയത്ത് തന്നെ സ്വന്തം രീതിയിലാണ് അവരുടെ നാച്ചുറിൽ നിന്ന് പോകുന്നത് തന്നെ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് പ്രോസസ്സാണ്. കൃത്യമായിട്ടുള്ള ഒരു സെൽഫ് റെഗുലേഷനും കൃത്യമായിട്ടുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ പ്രകൃതി പോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ വിഭവങ്ങൾ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഒരുപാട് അപ്രോക്സിമേറ്റ്ലി 400 ഇയേഴ്സ് ആ സമയത്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത്. അത് ഒരുപാട് തരത്തിൽ എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്, പ്രകൃതി വിഭവങ്ങളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു, ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങളിലേക്കൊക്കെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വന്നതോട് കൂടിയിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിലേക്കാണ്, ഒരുപാട് സ്പീഷീസ് പിന്നീട് ഇല്ലാതാവുകയും ഒരുപാട് സ്പീഷീസിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുകയും അവരുടെ ലൈഫ് കണ്ടീഷൻസിനെ ബാധിക്കുകയും അത് അവരുടെ നിലനിൽപ്പിനെയും അവരുടെ ജീവിത സാഹചര്യം, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് മൃഗങ്ങളൊക്കെ ഇപ്പൊ ഇല്ലാതായി പോകുന്നുണ്ട്. ഒരുപാട് മൃഗങ്ങളൊക്കെ അവശേഷിക്കാതെ വളരെ റയർ ആയിട്ടൊക്കെ ഒരുപാട് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ഒരുപാട് സ്പീഷീസ് ഇല്ലാതായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഡെവലപ്മെന്റിന്റെയും കൂടെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്രൈസിസ് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആക്കണം. പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന്റെയും മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെയും നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ആളുകളായിട്ട് നമ്മളിപ്പോൾ പ്രകൃതിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മനുഷ്യനും മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രകൃതിയും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ എന്തിലേക്ക് വഴിവെക്കും, ഒരുപാട് സ്പീഷീസ് ഇല്ലാതാവുകയും നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥയെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അപ്പം നാച്ചുറൽ വർക്ക് എന്ന് പറയുന്നത് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ, നമുക്ക് ആളുകളുടെ ഇന്റർവെൻഷനോട് കൂടിയിട്ട് നമുക്ക് എന്ത് സഹായിക്കാനായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളും കൊണ്ടുവന്നാൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ ആവാസ വ്യവസ്ഥയെ കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഡിങ് പോയിന്റിലേക്ക് എത്താണ്. നമുക്കറിയാം നാച്ചർ എന്ന് പറയുന്നത് സ്വയം, നമുക്കറിയാം പ്രകൃതി പ്രകൃതിയുടേതായിട്ടുള്ള രീതിയിൽ ഒരു റെഗുലേഷൻ ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യൻ നിലനിന്ന് പോകുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം കോമൺസിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും അവകാശമാണ്. എല്ലാ ആളുകൾക്കും ഒരേപോലെ വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കോമണാലിറ്റി ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറലിലെ എല്ലാ വസ്തുക്കളും ഒരു വ്യക്തിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് എല്ലാ ആളുകളും ഒരുപോലെ ഉപയോഗിക്കേണ്ട ഒന്നാണ്. പ്രോപ്പർട്ടി റിലേഷൻസ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറാതെ എല്ലാ ആളുകൾക്കും വിഭവങ്ങൾ കിട്ടുകയും എല്ലാ ആളുകൾക്കും വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ കൂടുതലായിട്ടും നമ്മൾ കോമൺസിനെ കാണപ്പെടുന്നത് സാക്രഡ് ഗ്രൗണ്ട്സ്, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്, ട്രൈബ്സ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസോഴ്സസിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കൂടുതലും കോമൺസ് ജീവിക്കുന്നുണ്ടാവുക. നമുക്കറിയാം ഇവിടെയുള്ള സാക്രഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, അപ്പൊ നമുക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള കാട് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇപ്പൊ ട്രൈബൽസ് ആവട്ടെ, കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാവട്ടെ, അവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സാക്രഡ് ആയിട്ടാണ് അവർ കാണുന്നത്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളെയും വളരെയധികം ബഹുമാനത്തോട് കൂടിയിട്ടും അതിനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലോട് കൂടിയിട്ടുമാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ കാടിനെയും അതുപോലെ തന്നെ കാടിലെ വിഭവങ്ങളെയും നോക്കിക്കാണുന്നത്. അപ്പൊ ഈ ഒരു കോമൺസ് ഇത്തരത്തിലുള്ള റിസോഴ്സസിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് വളരെയധികം സ്ട്രഗിൾ ഏർപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ കാരണം അതൊരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പിന് അപ്പുറമാണ് ഈ കോമൺസിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും എന്താണ്, നാച്ചുറിനെ ബേസ് ചെയ്തുകൊണ്ട്, നാച്ചുറൽ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് ഹ്യൂമൻ ഫ്രീഡവുമായിട്ട് അത് വളരെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് കൾച്ചറൽ പ്രാക്ടീസസ്, അവരുടെ കൾച്ചർ പ്രാക്ടീസസ് കൂടുതലായിട്ടും പ്രകൃതിയുടെ വികസനത്തെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന ഒന്നാണ് കൂടുതലായിട്ടും കോമൺസിന്റെ കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ കൃഷിയാവട്ടെ, അവര് ഇവിടെയുള്ള വിളവെടുപ്പിനെ നോക്കിക്കാണുന്നതാവട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മൃഗങ്ങളാവട്ടെ, ഇതിനൊക്കെ അവർ കൂടുതലായിട്ടും അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൂടുതലായിട്ടും കോമൺസിന്റെ കൾച്ചർ മുന്നോട്ട് വെക്കുന്നത്.